അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോ അത് കഴിക്കാൻ വേണ്ടി വലിയ പേടിയായിരുന്നു. പിന്നെ അവർ കൊണ്ടുപോയി ചെയ്തപ്പോ സൗണ്ട് പോയി, ഓപ്പറേഷൻ ചെയ്ത് സൗണ്ട് നഷ്ടപ്പെട്ടു. അപ്പോ ചില ആൾക്കാർക്ക് സൗണ്ട് ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ അതിനിടയിൽ ചിലപ്പം വന്നെന്ന് വരും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോകുന്നുള്ള ആദ്യം തന്നെ പറഞ്ഞിട്ടാണ്, ഓപ്പറേഷത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നോ. അങ്ങനെ സൗണ്ട് പോയപ്പോ അവര് ബേജാറായി. അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് ഇനി നിങ്ങളെടുത്ത് ഈ പ്രൊഡക്റ്റ് എന്തുകൊണ്ടായി സൗണ്ട് പോയ വിവരം മാത്രം പറയുന്നില്ല. എന്നോട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ നിങ്ങളെടുത്ത്, പിന്നെ ക്ഷീണം മാറാൻ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ യഥാർത്ഥ പ്രശ്നം എന്താന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പ്രശ്നം എന്നുള്ള അതിനൊക്കെയല്ല തരേണ്ടത് ചോദിച്ചു. അപ്പൊ അന്നേരം എന്നോട് പറഞ്ഞു ഇങ്ങനെ സൗണ്ട് ഇതായിട്ടുണ്ട്, അത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അത് ചിലപ്പോ ഒരു കൊല്ലത്തിനുള്ളിൽ വരും. അപ്പൊ നിങ്ങളടുത്ത് അങ്ങനത്തെ അതിനെന്തോ ഉള്ളൂ. ഞാൻ പറഞ്ഞു എന്റെ അടുത്തുള്ള പ്രൊഡക്റ്റ് നിങ്ങളോട് ആദ്യം കഴിക്കാൻ പറഞ്ഞ് ഈ 95 മാത്രമാണ്. അപ്പോ ആ സാധനം ഇപ്പൊ ഉണ്ട് നിലവില്, നിങ്ങൾ കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞാൻ പറഞ്ഞത് ഐഡിയ അടിച്ചിട്ട് നിങ്ങൾ സാധനം എടുത്തോളി എന്നൊക്കെ പറഞ്ഞാ കൊടുത്തത്. അപ്പൊ കഴിച്ച് ഒരു ബോട്ടിൽ കഴിച്ച്, അത് പറഞ്ഞ ഭയങ്കര ക്ഷീണം എല്ലാം കിടന്നിരുന്ന് എണീറ്റ് ഇരിക്കുന്നുണ്ട്, ക്ഷീണമെല്ലാം മാറുന്നുണ്ട്. വീണ്ടും ഒന്ന് കഴിച്ച് മൂന്നാമത്തെ ബോട്ടിൽ കഴിച്ച് 6 ദിവസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് വന്നു. അപ്പോ സൗണ്ട് വന്നപ്പോ ഭയങ്കര ഇതായിട്ട് അപ്പൊ എന്നോട് നിലവിൽ ചോദിക്കുന്ന വെച്ചാൽ ഇനി കഴിക്കണോ, സൗണ്ട് വന്നില്ല. ഞാൻ പറഞ്ഞു ഒരു ബോട്ടിൽ കൂടി കഴിക്കുക വാങ്ങിച്ചിട്ട്. അങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ട് നിൽക്കുവാണ്. അപ്പൊ അതൊരു റിസൾട്ടാണ്. പിന്നെ ഇപ്പൊ അജിന് പോകുന്ന ഒരു ടീം 037 എന്ന് പറയുന്ന നമ്മുടെ ഇതുണ്ടല്ലോ ക്യാപ്സ്റ്റോള്, അത് സ്വതവേ വാങ്ങിച്ചിട്ട് കഴിക്കുന്നതാണ്. ഞാനിങ്ങനെ വീട്ടിൽ ഞാൻ പൊളിച്ചു വെക്കുന്നത് കൊണ്ട് കണ്ടത് കൊണ്ട് അവരും എന്താക്കി പൊളിച്ചു വെച്ചിട്ട് പനിയൊക്കെ വന്നാൽ അതെടുത്ത് കഴിക്കുമ്പോൾ അങ്ങ് മാറിപ്പോകും. സ്വതവേ ഡോക്ടറെ എടുത്ത് കൊടുക്കലാണ്, പൈസ കൊടുക്കലാണെന്നാണ് അവര് പറയുന്നത്. അപ്പോ അജിന് പോകുന്ന സമയത്ത് എന്നോട് തലേദിവസം വിളിച്ചിട്ട് ചോദിച്ചു എന്റെ ഒരു സാധനം ഇല്ല. മൂസ സാറാണ് എന്താക്കിയത്, അത് അടിപ്പിച്ച് തന്നത്. ഞാൻ അന്ന് രാത്രി കൊണ്ട് രാവിലെ പോവാണ്, ഭയങ്കര പനിയാണ്, ആ സാധനം ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു, ബോക്സ് കൊണ്ടാന്നെല്ലാം പറഞ്ഞ് അങ്ങനെ കൊടുത്ത്. അപ്പോ അതിൽ വിശ്വാസം എന്ന് വെച്ചാൽ ആ പനി സ്വതവേ കഴിച്ചത് കൊണ്ട് അവർക്ക് ആ വിശ്വാസം വന്നുകൊണ്ടാണല്ലോ അത് വീണ്ടും അജിനെല്ലാം പോകുമ്പോൾ സാധനം കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ക്യാപ്സോള് മറ്റേ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അതുമായി പോവല്ല. അത് പെണ്ണുങ്ങൾക്ക് വലിയ താല്പര്യമില്ല, പുറത്തുനിന്ന് ഇംഗ്ലീഷ് വാങ്ങി കഴിക്കാന്നാ പറഞ്ഞത്. ഇത് തന്നെ കഴിച്ചിട്ട് ഇപ്പൊ ശീലായി. അപ്പൊ ഇത് 2 ദിവസം കഴിക്കുമ്പോഴത്തേക്ക് സുഖാകുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം ഞാൻ 4 ബ്ലോക്കിന്റെ കാര്യത്തിൽ, പിത്താശയത്തിലെ കല്ലിന്റെ ഇതൊക്കെ പോയി കിട്ടിയ ഒരു റിസൾട്ടാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് കൊണ്ടുള്ള റിസൾട്ട് കൊണ്ട് നമുക്ക് പറഞ്ഞാൽ തീരൂല, അത്രയും നല്ല റിസൾട്ടുകൾ എനിക്കും അതുപോലെ ഞാൻ കൊടുത്ത ആൾക്കാർക്കും. സ്റ്റോക്ക് വന്നിട്ട് 4 കൊല്ലമായി കിടന്ന ആള് നമ്മളെ 95 ബെൽഹാർട്ടും കൊടുത്തിട്ട് എന്തായിട്ടുണ്ട്, ഇപ്പൊ എണീറ്റ് നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ റിസൾട്ട് എല്ലാം ഉണ്ട്, ഒരുപാട് റിസൾട്ട് ഉണ്ട്. പിന്നെ പിത്താശയത്തിലെ കല്ല് വേറൊരു കൊടുത്തിട്ട് അത് പോയതുണ്ട്. പിത്താശയ കാര്യത്തിൽ വിശദമായിട്ട് പറഞ്ഞാൽ നല്ലത്, കാരണം അത് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പിത്താശയത്തിലെ കല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്പറേഷത്തിന് ഡേറ്റ് എടുത്തിട്ട് നിൽക്കുവാണ്. കാരണം വെച്ചാൽ എന്റെ ഭാര്യന്റെ ഒരു അനിയത്തി തന്നെ ഉണ്ട്, ഡോക്ടറാണ്. ഞാൻ ഇവളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ എന്നോട് പറയാന്ന് വെച്ചാൽ അപ്പൊ അത് ആ കല്ലെടുത്ത് ഇത് പിത്താശയം എടുത്ത് മാറ്റലാണ് വഴി, വേറെ ഒന്നുമില്ല എന്നോട് എപ്പോഴും പറയും. അപ്പോ ഞാൻ വേറെ ഡോക്ടർ, ഓൾക്ക് ദേഷ്യം പിടിക്കും, ഓള് ഇങ്ങനെ എപ്പോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാ ചോദിച്ചു വേറെ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞത് തന്നെയാണ്. അപ്പൊ ഞാൻ മംഗലാപുരത്ത് നിന്ന് ഓപ്പറേഷത്തിന് ഡേറ്റ് എടുത്ത് ഇവിടെ നിന്ന് 1,20,000 രൂപയാണ് ഓപ്പറേഷത്തിന് പറഞ്ഞത്. മംഗലാപുരം അത് ഇൻഷുറൻസ് കവറേജോട് കൂടിയിട്ട് 15,000 രൂപയാണ് പറഞ്ഞത്. ഡേറ്റ് എടുത്തിട്ട് ഇങ്ങ് പോകുന്നതിന് ശേഷമാണ് നമ്മുടെ വാവാട് ഉസ്താദിന്റെ ഇവിടുത്തെ ഒരു പരിപാടി ഞാൻ പോയത്. നമ്മുടെ ഉമർ ഉസ്താദൊക്കെ ഉള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു വാവാട് ഉസ്താദിന്റെ താമരശ്ശേരി ഹാളിൽ. അപ്പൊ അവിടെ നിന്ന് ഒരാള് പിത്താശയത്തിലെ കല്ലിന് ഇത് നല്ലതാണെന്നെല്ലാം പറഞ്ഞു കേട്ടപ്പോ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു എന്താണ് കഴിക്കേണ്ടത് എങ്ങനെയാണെന്നെല്ലാം ചോദിച്ചപ്പോ അവർ പറഞ്ഞതാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഈ സാധനം എന്റെ അടുത്ത് തന്നെ ഉള്ളതല്ലേ വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് കഴിച്ച്, ക്യാപ്സ്റ്റോളും കഴിച്ച് ലിക്വിഡും കഴിച്ച്. അപ്പോ നല്ലൊരു ഉറക്കും കാര്യങ്ങളെല്ലാം ആയപ്പോ ഞങ്ങൾക്ക് സ്വതവേ കിട്ടാത്ത സാധനമാണ് ഈ ഉറക്ക്. ഈ പിത്താശയം കൊണ്ടാണെന്നാ പറഞ്ഞത് ഉറക്ക് കിട്ടാത്തതെന്നാണ്. അപ്പോ നല്ല ഉറക്ക് കിട്ടുന്നുണ്ട്, കിടന്നാൽ ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോ ഞാൻ 2 മാസം കഴിച്ച് 2.5 മാസം കഴിഞ്ഞ് 3ാമത്തെ ബോട്ടിൽ പൊളിച്ചതിന് ശേഷം ഞാൻ ഇവളോട് പറഞ്ഞു നമുക്ക് ഒന്നും കൂടി പോയ പാടാ, ഇപ്പൊ നല്ല ഉറക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ മംഗലാപുരം പോയരെ പിന്നെ എന്നോട് ചോദിച്ചു, ഡോക്ടർ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഓപ്പറേഷത്തിന് ഡേറ്റ് കൊടുത്ത് പോയിട്ട് പിന്നെ വരാഞ്ഞെന്ന് വെച്ച്. ഞാൻ നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ട്,
ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതെന്താന്ന് ഇപ്പൊ നല്ല എന്തെന്നാ കഴിച്ചതെന്നെല്ലാം ചോദിച്ചു. സംഗതി എല്ലാം പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് 3 കല്ലായുള്ളൂ എന്നാണ്. ബാക്കി കല്ലെല്ലാം എടുക്കും. എന്റെ പിത്താശം ഫുള്ള് കല്ലാന്നാ പറഞ്ഞു. അങ്ങനെ 3 കല്ലുള്ളതെന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാല് പിന്നെ നിങ്ങൾ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ ഇത് കാട്ടി കൊടുത്തപ്പോ അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. നായ്ക്ക് മുയൻ തേങ്ങ കിട്ടിയ മാതിരി അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഈ ഡബ്ബ എടുത്തിട്ട് ഇങ്ങനെ മറ്റുള്ള ഡോക്ടർമാർ ഇതെന്താ സാധനം ഒന്ന് തിരിയാതണ്ട് കളിക്കുക. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനോട് ഡോക്ടർ, ബോംബെക്കാരനോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇത് എലമെന്റ്സിന്റെ പ്രൊഡക്റ്റാണ്, നല്ല പ്രൊഡക്റ്റാന്ന് പറഞ്ഞ് വന്നു. അയാൾ വന്ന് കണ്ട് കുറെ പറഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു ഇനി അടുത്ത 6 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യുക, നിങ്ങൾ പോയിട്ട് ബാക്കിയും കൂടി പോവില്ലോ നോക്കാനും കഴിക്കുന്നത്. അവിടെ വന്ന് കഴിച്ച് 6 മാസം കഴിഞ്ഞ് കറക്റ്റ് വീണ്ടും പോയി. വീണ്ടും ചെന്ന് നോക്കുന്ന സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മൂത്രത്തിനൊരു തടസ്സം ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ മൂത്രത്തിന്റെ തടസ്സമുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അന്നേരം എന്നോട് പറഞ്ഞു നമുക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അന്ന് ആദ്യം പോയ സമയത്ത് ചെക്ക് ചെയ്തതിന്റെ അകത്ത് ഒരു പോളിപ്പ് മൂത്രനാളത്തിനുള്ളിലുണ്ട്, ചെറിയതായുള്ളൂ. അത് ചിലപ്പോ ഈ പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. അപ്പോ ഇത് തന്നെ കഴിക്കുന്നത് 6 മാസം കഴിഞ്ഞ് രണ്ടും നോക്കാന്ന് പറഞ്ഞു. ചെന്ന് നോക്കുന്ന സമയത്ത് 6 മാസം കഴിഞ്ഞാല് ഈ പോളിപ്പും ഇല്ല, ഈ 3 കല്ലും ഇല്ല. അപ്പൊ അവര് എന്നോട് അന്ന് ഡോക്ടർമാർ ആടുന്ന ലേഡീസ് ഡോക്ടറാ. അപ്പൊ ഓരെന്നോട് പറഞ്ഞു നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് പ്രൊഡക്റ്റും എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, കൊണ്ടുപോയിട്ടുമില്ല. പിന്നെ കൊണ്ടു കൊടുക്കുക നല്ലതായിരുന്നു. ഞാൻ പിന്നെ അങ്ങ് പോയിട്ടില്ല. അപ്പൊ അത്രയും റിസൾട്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് പോയി കിട്ടിയിരുന്നു. അതാണ് പിന്നെ അതിനുശേഷം കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിന് എങ്ങനെയാ കഴിക്കുക. ഞാൻ അതിനുശേഷം ചാലിയത്തൊരു പ്രായമുള്ള ഒരു പെണ്ണുങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്ത് ഞാൻ അവരോട് പറഞ്ഞാൽ ചെയ്യല്ല, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് കഴിച്ചു നോക്കുന്നതാണ്. ഓർക്ക് 3 കല്ലാ ഉള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ 3 ചെറിയ കല്ലാ ഉള്ളൂ, അതെന്തായാലും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ആ പെണ്ണുങ്ങൾക്കും നീ കിട്ടി. റിസൾട്ടാണ്. അവര് പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. സമീർ സാർ, ആ പ്രൊഡക്റ്റിന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞേ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി. യൂറിപ്ലസിന്റെ ക്യാപ്സോളും ലിക്വിഡും രണ്ടും കൂടി കഴിക്കണം. രണ്ടും ഒരുമിച്ച് കഴിച്ചതാവും അല്ലേ? രണ്ടും ഒരുമിച്ച്. എനിക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞാല് ഞാൻ ബാബാട് ഉസ്താദിന്റെ അവിടെ പോയപ്പോ അവിടെ ഒരു പ്രായമുള്ള ഒരാള് അവര് കഴിച്ചിട്ട് അവർക്ക് വ്യത്യാസം ഉണ്ട് അവിടെ നിന്ന് പറഞ്ഞപ്പോ അവരോട് ഞാൻ ചോദിച്ചു എന്തെല്ലാം കഴിച്ചെന്ന് ചോദിച്ചു. സ്റ്റേജിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അപ്പൊ ആ കഴിച്ച സംഗതി തന്നെ ഞാനും കഴിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. ഞാൻ ഓപ്പറേഷത്തിന് ഡേറ്റ് എടുത്ത ആളാ. അപ്പൊ അതിന്റെ കഴിച്ച എന്റെ അങ്ങ് പോയി. അപ്പോ പിന്നെ നമുക്ക് ഇത് ഈ ഒരു റിസൾട്ട് മാത്രമൊന്നുമല്ല. ഈ ബഷീർ സാറും മൊയ്തി സാറിനും പറഞ്ഞ പോലെ ഈ പുണ്ണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ എല്ലാവർക്കും പുണ്ണിന്റെ പ്രശ്നമാണ്. ആ പുണ്ണിന്റെ പ്രശ്നം എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഇപ്പൊ മാറിയിട്ടുണ്ട് ഇത് കഴിച്ചിട്ട്. എന്റെ കയ്യിൽ എനിക്ക് കഴിക്കാൻ ബാക്കിയുള്ള മുരിങ്ങ ഇപ്പം പൊട്ടിച്ചുണ്ട്, നോവേദന ക്യാപ്സോൾ ഇവിടെ പൊട്ടിച്ചുണ്ട്, പിന്നെ ഇമ്മ്യൂണിറ്റി പ്ലസ് അവിടെ പൊട്ടിച്ചുണ്ട്, പിന്നെ ഡെയിലി ഡിറ്റോസ് ഇവിടെ ഉണ്ട് പൊട്ടിച്ച്. എല്ലാ സാധനവും ഇതിന്റെ അകത്തുള്ള ഇപ്പൊ ഏകദേശം ഇപ്പൊ എണ്ണി പറയുകയാണെങ്കിൽ ഏകദേശം സാധനങ്ങൾ ഇവിടെ വന്നാൽ കാണാൻ പൊട്ടിച്ചതാണ്. ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്.